രസമുണ്ട് കേട്ടോ, മേഘം ഇങ്ങനെ മാറിപ്പോകുന്നത്. ഫുള്ള് കോടയാണ്, കോട വന്ന് നമ്മളെ മൂടും, ആ രീതിയിലാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു രക്ഷയില്ല. മഴ മാറി ഇപ്പോൾ ഫുള്ള് മഞ്ഞേ ഉള്ളൂ. നമ്മളിത് അവിടെ നിന്നാണ് വന്നത്, ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കാണുന്നുണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ ഇത്രയും ദൂരം ട്രക്ക് ചെയ്ത് ഇങ്ങെത്തിയത്. സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. നമ്മൾ നടന്നു വരുന്ന ക്ഷീണം എല്ലാം നമ്മളെ നിന്ന് അപ്രത്യക്ഷമാവും. കാരണം ഇവിടെ എത്തുമ്പോൾ പ്രകൃതി നമുക്ക് വേണ്ടി ചെയ്യുന്ന കാഴ്ചകൾ അത്രത്തോളം ഉണ്ട്. വേണ്ടില്ലേ, കോട ഫുള്ള് കയറി കിടപ്പുണ്ട്. ഒന്നും അറിയത്തില്ല, നമ്മളെക്കാട്ടി പൊക്കത്തിന് പുല്ലൊക്കെ വളർന്ന് നിൽപ്പുണ്ട്. നല്ല ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ്, കാരണം ശരിക്കും വഴിയൊന്നുമില്ല, വള്ളിയൊക്കെ പിടിച്ചു വേണം കയറി വരാൻ. അപ്പോൾ വരുന്ന വഴിയിൽ കൈ മുള്ളിലൊന്ന് തട്ടി, ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. എന്നാലും കുഴപ്പമില്ല, സാഹസികമൊന്നും അല്ല, എന്നാലും അത്യാവശ്യം ചെറിയൊരു മഴ, കോടമഞ്ഞ് പ്രതീക്ഷ വന്നപ്പോൾ നമ്മൾ മഴ കണ്ടു. ഇനി രാവിലെ മൂടി പോച്ച് നിൽപ്പുണ്ട്. ഇനി നമുക്ക് എത്ര ദൂരം മുകളിലോട്ട് പോകണമെന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും കുഴപ്പമില്ല. ചായ ഉണ്ടല്ലോ ഏട്ടാ, പോയിട്ട് വരാം. ഇത് തന്നെയാണോ ലാസ്റ്റ്? ഇവിടെ തന്നെയാണോ? പോകല്ലേ. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്ന വയനാടല്ല, ഇടുക്കിയിലുമല്ല, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഏകദേശം ആ ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്താണ്. കാളിമലയിലോട്ട് പോകുന്ന വഴിയിലാണ് ഇത് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് രാഹുലുണ്ട്. അങ്ങനെ പയ്യൻ ഇവിടുത്തെ സ്ഥലമൊക്കെ കണ്ടിങ്ങനെ അതിൻ്റെ ഒരു ലഹരിയിൽ ഇങ്ങനെ മതിമറന്ന് നിൽക്കുകയാണ്. നമ്മളിത് ഇവിടെ വണ്ടി നിർത്തിയപ്പോഴേക്കും ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. നമ്മുടെ രാഹുലാണ് അത് കണ്ടുപിടിച്ചത്. ജസ്റ്റ് ഒന്ന് നമുക്ക് അത് നോക്കിയിട്ട് പോവാം. അതെ, ഇത് നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് വെച്ച്, നമ്മൾ വിചാരിച്ച പോലെയല്ല, ഇവിടെ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുണ്ട്. കണ്ടില്ല, ഇവിടെ പാർക്കിംഗ് ഉണ്ട്, പാർക്കിങ്ങിന് ഫീസുണ്ട്. അപ്പുറത്തൊരു മല കാണുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞൊക്കെ മൂടി കിടപ്പുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ്, അത്യാവശ്യം കുറേ അധികം പേര് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് പോകാനുള്ള വഴി അങ്ങോട്ടാണ്. ഇവിടെ 20 രൂപ നമ്മൾ പാസ് കൊടുക്കണം. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റും. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിത് കാളിമലയിലോട്ട് അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന വഴി തന്നെ നല്ല അടിപൊളിയായിരുന്നു. ഇനി അപ്പോൾ അടുത്ത് കാളിമലയിലോട്ട് നമ്മൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഒരു ചെറിയ വഴി, പക്ഷേ വണ്ടികൾ ഇങ്ങോട്ട് വാഹനങ്ങൾ കടത്തി വിടത്തില്ല, നമ്മൾ നടന്ന് തന്നെ പോകണം. ഏകദേശം ഒരു 2 കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് നടന്ന് പോവാം. ഇവിടെ എത്തുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഏകദേശം നമ്മൾ തമിഴ്നാടൊക്കെ എത്തി നിൽക്കുമ്പോഴത്തെ, തമിഴ്നാടും കേരള അതിർത്തിയാണ്, പക്ഷേ എന്നാൽ നമുക്ക് നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മളിത് നടന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയൊരു പാറ കാണാൻ പറ്റും സൈഡിൽ. മുകളിൽ മഞ്ഞ്, മുകളിൽ മഞ്ഞൊക്കെ നന്നായിട്ട് നിറഞ്ഞിപ്പോണ്ട്. ഈ മഞ്ഞാണ് നമ്മൾ പ്രതീക്ഷയാണ് വന്നത്. നമ്മൾ തമ്പുരാൻ പാറയിൽ അന്ന് പോയപ്പോൾ അവിടെ നമ്മളെ കാത്തിന് നല്ല കാഴ്ചകളും അതുപോലെ തന്നെ നല്ല കാറ്റുമായിരുന്നു. ഇവിടെ നല്ല മഞ്ഞും അതുപോലെ നല്ല കാഴ്ചകളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ ഒരു വ്യൂ ഉണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അങ്ങോട്ട് പോയാലോ രാവിലെ? ഇങ്ങോട്ട് അതെ, അവിടെ ഇവിടെ വന്നപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, കണ്ടില്ലേ? അത് നേരെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇത് നമ്മളിപ്പോൾ കാണാൻ കൊള്ളാണ്, നല്ലൊരു ഇവിടെ ഓരോ സ്ഥലത്ത് നോക്കുമ്പോഴും കൊള്ളാം കേട്ടാ. നമ്മൾ വന്ന വഴി അതാണെന്ന് തോന്നുന്നു. മലയിലോട്ട് കയറിയില്ല, അതിനു മുമ്പേ ഇവിടെ ഒരു വ്യൂ, കുറച്ച് പയ്യന്മാരെ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ കാണുന്നത്. ശരിക്കും തിരുവനന്തപുരത്തുള്ളവർ പലരും മിസ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും. ഫ്രീ സമയങ്ങളിൽ വന്ന്
ചിലവഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണിത്. നമ്മൾ കാളി മലയിലോട്ട് കയറിയിട്ടില്ല, പക്ഷെ അതിനു മുമ്പ് ഇങ്ങനൊരു വ്യൂ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്, ഇങ്ങോട്ട് കയറിയുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഒരു അമ്മച്ചെടുത്ത് ചോദിച്ചപ്പോൾ ദൂരം ഒന്നും ആയില്ല, ഇനിയും ഒത്തിരി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടെ അധികം സമയം നിൽക്കുന്നില്ല, പക്ഷേ കൊള്ളാം സംഭവ സ്ഥലം. സാഹസികമൊന്നുമല്ല, എന്നാലും അത്യാവശ്യം ചെറിയൊരു കയറാൻ പറ്റുമെന്ന് വന്നോളൂ. രാവിലെ ഞാൻ പിടിച്ച് കയറ്റാം. എൻ്റെ കൈ രാഹുൽ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് കുറച്ച് ദൂരം എന്തായിരുന്നാലും നടക്കാറുണ്ട്. ബൈക്കും ജീപ്പും ഒക്കെ പോകുന്ന ഒരു വഴി തന്നെയാണ്. പക്ഷെ നമ്മളെ വണ്ടി താഴെ നമുക്ക് പാർക്കിങ്ങിൽ വെക്കേണ്ടി വന്നു. വണ്ടി കയറ്റി വിട്ടിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം ദൂരം പോകാൻ പറ്റുമായിരുന്നു തോന്നുന്നു. എന്തായാലും നമ്മുടെ കാനനപാത കൊള്ളാം. കാട് മാത്രമല്ല, നമുക്ക് സൈഡിൽ വേറെ മലയും വെള്ളവും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന യാത്ര എന്തായിരുന്നാലും വെറുതെ ആവത്തില്ല. ഇത് കണ്ടില്ലേ, ശരിയാണല്ലേ, കുറേ പാർക്കല്ല ഓഫ് റോഡാണ്. അപ്പോൾ ഇങ്ങോട്ട് വരും തോറുമാണ് അത് മനസ്സിലാവുന്നത്. പക്ഷേ ബുള്ളറ്റ് ജീപ്പ് പിന്നെ അത്യാവശ്യം ചില ബൈക്കുകളൊക്കെ കയറിപ്പോവും. വലിയ ടാസ്ക്കുള്ള വഴിയല്ല. ഇനി മുകളിലോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അധികമൊന്നും ഇങ്ങനെ എടുക്കുന്നില്ല. മാക്സിമം വിഷ്വൽ ക്യാച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മൾ കയറിയിട്ട് കുറച്ച് ദൂരം ആയുള്ളൂ, ഇനിയും ഉണ്ട്. അത് ഒന്നിച്ച് നടക്കാം. അത്യാവശ്യം നടക്കാനൊക്കെ പറ്റുന്നവർക്ക് വരാൻ പറ്റും. തീരെ ആരോഗ്യ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങോട്ട് നടന്നെത്താൻ പാടായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഇനി അങ്ങോട്ട് ചെല്ലുന്ന റോഡ് നല്ല ടാസ്ക്കായി വരെയാണ്. നമ്മളങ്ങനെ കുറച്ച് ദൂരം നടന്നു പോകുന്നു. നമ്മുടെ രാഹുലിതേ അവിടെ എന്തോ ഒരു സ്പോട്ട് കണ്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കൊള്ളാം, രാഹുലിൻ്റെ ക്രിയേറ്റിവിറ്റി ഇതാണ്. കൊള്ളാം എന്നുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? മഞ്ഞ് മൂടി നല്ല സെറ്റായിട്ട് കിടക്കുന്നു. ഉയരം കൂടുന്തോറും ചായയുടെ കടുപ്പം കൂടുമെന്ന് പറഞ്ഞതുപോലെ ചായയുടെ രുചി അങ്ങനെ എന്തായാലും കാഴ്ചയുടെ ലോകവും നമുക്ക് മുന്നിൽ കുറച്ചുകൂടെ വിശാലമായിട്ട് നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. അതപ്പോൾ തന്നെ ഇങ്ങോട്ട് കയറി വരുന്തോറും തണുപ്പ് കിട്ടുന്നുണ്ട്. കോട ഇതിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല. മോളിലെത്തുമ്പോൾ ചിലപ്പോൾ മഞ്ഞുണ്ടാവും. അങ്ങനെ നമ്മൾ വന്ന വഴിയിൽ മഴ, കോടമഞ്ഞ് പ്രതീക്ഷ വന്നപ്പോൾ നമ്മൾ മഴ കണ്ടു. ഇനി രാവിലെ മൂടി പോച്ച് നിൽപ്പുണ്ട്, റെയിൻകോട്ട് കൊണ്ടുവന്നുകൊണ്ട് രക്ഷപ്പെട്ട്. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. മഞ്ഞും കൂടെ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു നമ്മുടെ ഈ യാത്ര. മഴ നമ്മളെ യാത്ര ഫുള്ള് നമ്മളെ കൂട്ടായിട്ട് നമുക്കുള്ള മഴയാണ്. സൂപ്പറാണ്, ഒരു രക്ഷയില്ല. മഴയാണെങ്കിൽ അതിൻ്റെ ഒരു വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. കാടിൻ്റെ അകത്ത് ഇങ്ങനെ സ്ഥലത്ത് വന്നിട്ട് കിടിലം മഴ. ഒരിക്കലും റെയിൻകോട്ട് കൊണ്ടുവന്നു, പക്ഷേ മറ്റേ റെയിൻകോട്ടിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുള്ളൂ. ഈ മഴയത്ത് ലൈവായിട്ട് നടന്നു പോകാം. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് പോകാൻ ദൂരമുള്ളതുകൊണ്ട് ഈ റെയിൻകോട്ട് നമുക്ക് വേറെപ്പെട്ടു. ഹലോ ഗൈസ്, മഴയും മഞ്ഞും ഒരു രക്ഷയില്ല. ഒന്നും കണ്ടുകൂടാ. നമ്മൾ കയറി വന്ന വഴിയാണ്, ഒരു രക്ഷയില്ലാത്ത മഞ്ഞ്, ഒരു രക്ഷയില്ല. മഴ മാറി ഇപ്പോൾ ഫുള്ള് മഞ്ഞേ ഉള്ളൂ. നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ടാണ് വന്നത്. അതേ കണ്ടില്ലേ, ഫുള്ള് മഞ്ഞ കോട കയറി കിടക്കുകയാണ്. എന്തായിരുന്നാലും തമിഴ്നാടൊന്നുമല്ല, നമ്മളെ കേരളത്തിലും തിരുവനന്തപുരം ജില്ലയുള്ള ഒരു സ്ഥലമാണിത്. രാവിലെ എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ലല്ല. ഇനിയും വരുമോന്നേ? പിന്നല്ല, നമുക്കിനി മുകളിലോട്ട് പോകണം. അവിടെ ഫുള്ള് കോടയാണ്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച് വന്ന കാര്യം എന്തായിരുന്നാലും സെറ്റായി. ഒന്നും കാണാൻ പറ്റുന്നില്ല. തൊട്ടടുത്തുള്ള ആ ഒരു വ്യൂ മാത്രമേ ഉള്ളൂ. നേരത്തെ നമുക്കറിയാലോ, ആ മലയും എല്ലാം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ അടുത്തുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. രാവിലെ ഒരു ചെറിയൊരു വഴി കിടപ്പുണ്ട്, പോയി നോക്കിയാലേ?
അവിടെ ഒരു വ്യൂ പോയിന്റ് ആണെന്ന് നോക്കാം. ഇവിടെ മഞ്ഞാണ്, പക്ഷെ നമുക്ക് ശരിക്കും ഇപ്പം അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വഴി എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല. പാറയും ഇതായിട്ട് കിടക്കുന്നുണ്ട്. അധികം റിസ്ക് എടുക്കുന്നില്ല. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. കണ്ടില്ലേ, ഒന്നും കണ്ടുകൂടെ. ഈ അടുത്തുള്ള വിഷ്വൽ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. കോടയും മഞ്ഞ് മൂടി കിടക്കുന്ന വഴിയിലൂടെ ഒരു യാത്ര എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് എത്ര ദൂരം മുകളിലോട്ട് പോകണമെന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും കുഴപ്പമില്ല, നല്ലൊരു ക്ലൈമറ്റ് നമുക്കിവിടെ കിട്ടി. അതെന്തായിരുന്നാലും ഈ യാത്രയിൽ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ്, ഇവിടുത്തെ പൈൻ മരം. ഈ ഒരു സൈഡിൽ കൂടെ, ഒരു സൈഡിൽ പാറയും എങ്ങനെയാണ്, ഇപ്പുറത്തെ സൈഡിൽ കുറേ പൈൻ മരങ്ങളിങ്ങനെ വരി വരിയായിട്ട് നിൽക്കുന്ന കാണാം. എങ്ങനെയുണ്ട് വൈബ്? കുറച്ചൊന്ന് നടന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോവാം. നടന്നു വരുന്നതിൻ്റെ ഒരു കിടപ്പം ബുദ്ധിമുട്ടൊക്കെ തോന്നും, പക്ഷെ എന്നാലും ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അതെല്ലാം നമ്മൾ താനെ അങ്ങ് മറന്നോളും. ആദ്യം ചെറിയൊരു കാടിൻ്റെ ആംബിയൻസും, പിന്നെ ലൈറ്റായിട്ടൊരു മഴ, ഇപ്പം മഞ്ഞ്. രാഹുൽ നേരത്തെ നടന്ന് കയറി മുകളിൽ ചെന്നിരിപ്പുണ്ട്. ഞാനവിടെ അല്പസമയം ഒന്ന് റെസ്റ്റ് എടുക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ കൂടുതൽ എത്തുന്നത് മലയാളികൾ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരും ഇവിടെ എത്തുന്നുണ്ട്. നമ്മളിങ്ങോട്ട് കയറി തുടങ്ങിയ സമയം തൊട്ട് നമുക്ക് കൂടുതലും കാണാൻ പറ്റിയ തമിഴ്നാട്ടിലുള്ള ആൾക്കാരെയാണ് കൂടുതലും കാണാൻ പറ്റിയത് ഇവിടെ. എന്തായാലും ഒരു അല്പസമയം ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ച്. നല്ല കോടയുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് 5 മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി പോകാനുള്ളതാണ്. ഇപ്പോൾ ഏകദേശം സമയം 4 മണിയായി. എത്ര മണിക്ക് ഇവിടെ നിന്ന് ഇപ്പം തിരിച്ചിറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഏകദേശം എത്തിയെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനിയും കുറച്ച് ദൂരം കാണുമായിരിക്കും. അപ്പോൾ ഒരു അല്പസമയം റെസ്റ്റ് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. എന്താണെന്ന് അറിഞ്ഞൂടെ, രാഹുൽ പ്രേതബാധമെല്ലാം കയറിയതാണെന്ന് അറിഞ്ഞൂടെ, എന്തൊക്കെയോ വാരിപ്പറക്കെ കയറിയുന്നുണ്ട്. എന്തോടെ ഇവിടെ മുകളിലൊരു കടയൊക്കെ ഉണ്ട് കേട്ടാ. അന്ന് വരുമ്പോൾ ഇവിടെ ഒരു കട കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ക്ഷീണിച്ച് വരുന്നവർക്ക് ക്ഷീണം മാറ്റാനുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ടാവും. ഇവിടെ കയറി വരുമ്പോൾ ഒരു മെഡിക്കലിൻ്റെ ബോർഡൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ അതിനകത്തോട് ചെറിയ ക്ലിനിക്ക് എന്തെങ്കിലും കാണുമായിരിക്കും, അറിയത്തില്ല. അടുത്തേക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ ഒരു കടയുണ്ട്. അത്യാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്നാക്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ. ചായ ഉണ്ട്. തിരിച്ച് വരുമ്പം ചായ കുടിക്കുക. ചായ ഉണ്ടല്ലോ ഏട്ടാ, പോയിട്ട് വരാം. ഇത് തന്നെയാണോ ലാസ്റ്റ്? ഇവിടെ തന്നെയാണോ? പോകല്ലേ. ആ, ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇത് കണ്ടില്ലേ, ഇവിടെ വരുമ്പോഴേക്കും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത്, മൊത്തത്തിൽ നമ്മളെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. കോട മഞ്ഞ് ഒരു രക്ഷയില്ല. നമുക്ക് അവിടെ വേറൊരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്. കണ്ട,
ഒരു പട്ടിയാണ് ഇങ്ങനെ വന്ന് പ്രകൃതി ഭംഗി ശരിക്കും നിന്ന് ആസ്വദിക്കുന്നുണ്ട്. മനുഷ്യർ മാത്രമല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത്, ഭൂമിയിലെ സകല ജീവജാലങ്ങളും അവയെല്ലാം ഉണ്ടെന്നതിനൊരു തെളിവാണ്. ദേ കണ്ടില്ലേ, ഈ കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്നത് ശരിക്കും കണ്ട് ആസ്വദിക്കുകയാണ്. നമുക്കിവിടെ ഒരു കുളം കാണാൻ പറ്റുന്നുണ്ട്. അതാണ്ടാ കൂട്ടിനാ പയ്യെ ഇവിടെ നേരത്തെ നിൽപ്പുണ്ട്. നമ്മൾ വരുന്നപ്പോൾ ഇവിടെ കാഴ്ചകളൊക്കെ കണ്ട് നിൽപ്പുണ്ട്. ഇത് കണ്ടില്ല, ഒരു വ്യൂ പോയിന്റ്, ഒരു രക്ഷയില്ല. ഫുള്ള് കോട കയറി മൂടിക്കിടക്കുകയാണ്. ഇത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോട കയറി പോകുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കൊള്ളാം. താഴോട്ട് വേണ്ടില്ല, ഒരു ചരിഞ്ഞ പാറയാണ്. ഒരു രക്ഷയില്ല, കോടയാണ്. നമ്മൾ താഴെ നിന്ന് ഇത്ര ദൂരം നടന്നെത്തി. ഇവിടെ എത്തിയപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന നല്ല പ്രകൃതിയുടെ അത്യപൂർവമായ കാഴ്ചകൾ തന്നെയാണ്. എന്തൊക്കെ നമ്മൾ ഇത്രയും ദൂരം നടന്ന് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്ന യാത്ര ഒരിക്കലും നമുക്കത് ഒരു നഷ്ടമാവത്തില്ല. കാരണം നമ്മളവിടെ എത്തി നിൽക്കുമ്പോൾ ഏതൊരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. നമ്മൾ നടന്നു വരുന്ന ആ ക്ഷീണം എല്ലാം നമ്മളെ നിന്ന് അപ്രത്യക്ഷമാവും. കാരണം ഇവിടെ എത്തുമ്പോൾ പ്രകൃതി നമുക്ക് വേണ്ടി ചെയ്യുന്ന കാഴ്ചകൾ അത്രത്തോളം ഉണ്ട്. വേണ്ടില്ല, കോട ഫുള്ള് കയറി കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാവും. മൊത്തം കോട ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ കാണുന്നത് ഈ ക്ഷേത്രത്തിന് പുറകിൽ നിന്നുള്ള വിഷ്വലാണ് കാണുന്നത്. ഇവിടെ കൂടുതലും മലയാളികളും അതേപോലെ തമിഴ്നാട്ടിലുള്ളവർ എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഈ സ്ഥലത്തിന് അത്രത്തോളം പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ കൂടുതൽ യാത്രക്കാരും അതുപോലെ തന്നെ വിശ്വാസികളും വന്നെത്തുന്നത്. കുറച്ചൊന്ന് കോട മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് നമ്മൾ താഴെ നിന്ന് കണ്ട അല്ല, കോട മാറി വരുമ്പോൾ നമുക്ക് അവിടെ ആ മലനിരകളും വെള്ളവും എല്ലാം നമ്മുടെ മുന്നിൽ ദൃശ്യമായിട്ട് വരുന്നുണ്ട്. ശരിക്കും വന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഒരു സ്ഥലം അവിടെ നമ്മളെ കാഴ്ച കാണുന്നത് മനുഷ്യർ മാത്രമല്ല. ഇത് കണ്ടില്ലേ, ആ മേഘം മാറി നമുക്ക് മുന്നിലോട്ട് ആ പച്ചപ്പും ആ ബിൽഡിങ്ങുകളെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. ഇങ്ങോട്ടുള്ള യാത്ര ശരിക്കും ഒരല്പം നടക്കാനുണ്ടെങ്കിലും ഇവിടെ എത്തിക്കഴിയുമ്പോൾ അത്യപൂർവമായി നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്ന ഈ കാഴ്ചകൾ പ്രകൃതിയുടെ അത്യപൂർവ സൗന്ദര്യത്തെ വിളിച്ചോതുന്നതാണ്. ഇവിടേക്കുള്ള യാത്രകൾ നമുക്ക് മിസ് ചെയ്യാതെ കിട്ടുന്ന അവസരങ്ങളിൽ ഇങ്ങോട്ടത്തേക്ക് നമുക്ക് നടന്നെത്താൻ വേണ്ടി ശ്രമിക്കാം. ഫുള്ള് കോട കയറി നിൽക്കുകയാണ്. നമ്മൾ നിൽക്കുന്നിടത്ത് മാത്രം കുറച്ചില്ല, ചെറുതായിട്ട് വെയിലും കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. രാവിലെ ഫോട്ടോ എടുക്കണ്ടേ? പിന്നെ അല്ല, രസമുണ്ട് കേട്ടോ, മേഘം ഇങ്ങനെ മാറിപ്പോകുന്നത്. നമുക്കിവിടെ വന്നപ്പം കിട്ടിയൊരു കൂട്ടാണ്. നമ്മളൊക്കെ മുമ്പേ വന്ന് ഇവിടെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആശ. നമ്മളിവിടെ നിന്ന് അല്പം വെയിറ്റ് ചെയ്തപ്പം കോടയൊക്കെ മാറി നമുക്ക് ഇതിൻ്റെതായ രീതിയിലുള്ള എല്ലാ കാഴ്ചകളും കിട്ടുന്നുണ്ട്. കുഞ്ഞൻ ദ്വീപ് പോലെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ആ മേഘം മാറിയപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു വിഷ്വൽ കിട്ടുന്നുണ്ട്. എന്തായാലും നമ്മളിന്ന് വന്ന ദിവസം സെറ്റാണ്. നമുക്ക് മഴയും മഞ്ഞും മേഘവും നമ്മളിങ്ങനെ കറക്റ്റ് മുകളിലെത്തിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു മഞ്ഞ് മാറിയത് കൊണ്ട് ഇത് ചുറ്റുപാടുള്ള വിഷ്വലെല്ലാം കിട്ടുന്നുണ്ട്.
ഇങ്ങനെയില്ലേ? ഇവിടെ നിന്നടിക്കുന്നു. നമുക്ക് മുന്നിൽ ഓരോ കാഴ്ചകളും തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇത് ഹിമാചൽ പ്രദേശ് അല്ല, അതാണ് തിരുവനന്തപുരമാണ്. അതാണ് നമ്മുടെ രാഹുൽ ആക്റ്റീവായി തുടങ്ങിയിരിക്കുന്നു. ഹിമാലയം പോലെ ഉണ്ട്. അതാണ് ഇവിടെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവരും നല്ലൊരു വൈബ് ആംബിയൻസിലാണ്. നല്ല കാറ്റുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടൊരു വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് ഇങ്ങോട്ട് കയറി നിന്നപ്പോൾ അവിടെ സീരിയലിൻ്റെ എന്തോ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. വീണ്ടും ഒരു കാഴ്ച അതെ. ശരിയും വീട്ടിൽ തന്നെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കാതെ ഇങ്ങോട്ട് എന്തിന് വരണം, ഇങ്ങനെയുള്ള കാഴ്ചകൾ എന്തിന് കാണണം, പ്രകൃതിയിലേക്ക് എന്തിന് ഇറങ്ങണം എന്നുള്ള ചോദ്യത്തിനെല്ലാം ഉത്തരമാണ് നമ്മളിവിടെ എത്തുമ്പോൾ നമുക്ക് ഈ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് നമുക്കിങ്ങനെയുള്ള കാഴ്ചകളും അതുപോലെ തന്നെ പ്രകൃതിയിലോട്ട് അലിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമ്മളിൽ അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാവുകയും ജീവിതത്തിൽ ഒത്തിരി ഇതിനകം മാറ്റങ്ങൾ ഉണ്ടാവുകയും മുന്നോട്ടുള്ള വഴികൾ നമുക്ക് താനെ തുറന്നു വരികയും ചെയ്യും. ജോലിസ്ഥലം, വീട്, കൂട്ടുകാർ, നാട്ടുകാർ, ഇങ്ങനെ ഒരേ സ്റ്റൈൽ, അങ്ങനെ ഒരേ രീതിയിൽ ഉള്ള ജീവിതം. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമല്ലേ ഇടയ്ക്കൊക്കെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ തേടിയുള്ള ഓരോ യാത്രയും. ആ യാത്രകളല്ലേ നമുക്കുണ്ടാകുന്ന വഴിത്തിരിവുകളും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും. പ്രകൃതിയെ സ്നേഹിക്കാനും പ്രകൃതിക്കൊപ്പം നിൽക്കാനും ഈ യാത്രകൾ എന്തുകൊണ്ടും നമ്മെ ഒത്തിരി സന്തോഷിപ്പിക്കുകയും നമ്മെ ഒത്തിരി പാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും. കാളിമലയിലെ എത്ര കണ്ടാലും മതി വരാത്ത അത്യപൂർവമായ കാഴ്ച. കോടമഞ്ഞിൽ മൂടിക്കിടന്ന് സൂര്യകിരണങ്ങൾ മെല്ലെ അവയിലോട്ട് പതിക്കുമ്പോൾ, പച്ച പുതച്ച് നിൽക്കുന്ന ആ പച്ചപ്പിലേക്ക് സൂര്യകിരണങ്ങൾ പതിക്കുമ്പോൾ അവ വെട്ടിത്തിളങ്ങുകയും പുതിയ കാഴ്ചകൾ നമുക്ക് മുന്നിലോട്ട് ദൃശ്യമാകുകയും ചെയ്യുന്ന അത്യപൂർവമായ കാഴ്ച. നമ്മുടെ രാഹുൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കേരളത്തിൽ തന്നെയാണ്. ഹിമാചൽ പ്രദേശ് അതൊന്നും അല്ല, ഇതേ കണ്ടില്ല, കേരളത്തിൽ തന്നെയാണ്. അത്യപൂർവമായ ഒരു സൗന്ദര്യം നിലനിൽക്കുന്നത് പോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കരുതി വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ. എങ്ങനെയുണ്ട് ഇതേണ്ട് നമ്മുടെ ബാക്കിൽ കൂടെ മേഘം ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ എന്തായിരുന്നാലും ഇങ്ങനെ ഒരു സ്ഥലം ഇപ്പം സത്യം പറഞ്ഞാൽ ഒന്ന് ആക്റ്റീവ് ആവുന്നുണ്ട്. ഈ സ്ഥലം എല്ലാവരും ഒക്കെ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് കാളിമല കാളിമല ആണ് സ്ഥലത്തിന്റെ പേര്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. നമുക്ക് ഒരു ദിവസം ഫുള്ള് വന്നു കഴിഞ്ഞാൽ കറങ്ങി ഇവിടെ കണ്ടു പോകാം. നമ്മൾ ഉച്ചയ്ക്കാണ് എത്തിയത്, പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സമയപരിധിയുണ്ട്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഒരു രക്ഷയില്ല. ഓരോ സ്ഥലത്ത് എത്തുന്നതോറും നമ്മൾ പുതിയൊരു ലോകത്തെത്തുന്നത് ആ ഒരു ലൈവ് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരും മിസ് ചെയ്യാതെ ഈ സ്ഥലങ്ങളൊക്കെ എത്തിച്ചേരാൻ നോക്കുക. ലൊക്കേഷൻ നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ വീഡിയോ ലെന്ത് കൂടുതലായിട്ട് ലാസ്റ്റ് ഇങ്ങോട്ട് വരുന്ന വഴി എങ്ങനെയാണെന്ന് അവിടെ നിന്ന് ആഡ് ചെയ്യാം. ലൊക്കേഷൻ നമുക്കിവിടെ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ലൊക്കേഷൻ നമുക്ക് ലൊക്കേഷൻ വരുന്നത് കുരിശുമലയുടെ പുറകിലായിട്ടാണ് വരുന്നത്. സ്ഥലത്തിന്റെ പേര് കാളിമല എന്നാണ്. ഇതുപോലെ വന്നാ തൊട്ടാ സ്റ്റാർട്ട് ഞാൻ അത്ര പറഞ്ഞു നിർത്തിയത് പറടാ. നമ്മളങ്ങനെ ഇരുന്നപ്പോഴേക്കും ഒത്തിരി പേര് ഇവിടെ എത്തുന്നുണ്ടായിരുന്നു.
പിന്നെ നമുക്ക് അങ്ങനെ ഓരോരുത്തിരുന്ന് ഇരിപ്പുറയ്ക്കാത്ത വേണ്ടി നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്ത് എന്തൊക്കെയുണ്ടെന്നുള്ള കാഴ്ചകൾ തേടാൻ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രക്ഷയില്ലാത്ത കാറ്റ്. നമ്മളത് ഇനി ഈ പൈൻമരമൊക്കെ കണ്ടില്ലേ, ഇനി നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഫാമിലിക്ക് നന്ദി പറയുന്നു. അതപ്പോൾ തന്നെ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സീരിയലിൻ്റെ എന്തോ അങ്ങനെ എന്തോ ഷൂട്ടിംഗ് എന്തോ ആണ്, അതും നടക്കുന്നുണ്ട് ഇവിടെ. അത് സീരിയലിങ്ങിൻ്റെ ഷൂട്ടിംഗ് അല്ല, ആൽബം സോങ് അങ്ങനെ എന്തോ ഷൂട്ടാണെന്ന് തോന്നണം അവിടെ. അതൊന്നും നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നു. ഇനി ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ വീണ്ടും ഒരു ക്ഷേത്രം നമുക്കിവിടെ കാണാൻ പറ്റും, പാറയുടെ സൈഡിലായിട്ട്. ഒത്തിരി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇന്ന് വന്നിട്ടുള്ള സ്ഥലം. ഇതേ പിന്നെയും കോട ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ദിവസം മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ അങ്ങോട്ട് ഗുഹയിലേക്കുള്ള വഴി, ഈ സൈഡിൽ കൂടെ ഒരു വഴി കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടും കൂടെ ഒന്ന് പോയി നോക്കാം, അവിടെ എന്താണുള്ളതെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ കൊടൈക്കനാലിലുള്ള ഗുഹാ കേവിലായിട്ടുള്ള വഴിയൊന്നും അല്ല. എന്തായാലും നമ്മൾ വരുമ്പോൾ ആ ഒരു ഇതൊക്കെ തോന്നുന്നു. പക്ഷേ കോട ഒരു രക്ഷയില്ല, ഫുള്ള് മഞ്ഞാണ്. ഗുഹയൊന്നും ഇല്ലല്ലേ? അവിടെ ഒരു ബോർഡ് ഉണ്ട് ഗുഹയുണ്ടെന്നോ. നമുക്ക് ഇവിടെയും പ്ലാസ്റ്റിക് കാണാൻ പറ്റുന്നുണ്ട്. വഴിയാണ് ഗുഹയിലോട്ടുള്ള വഴി എന്നാണ് പറഞ്ഞത്, പക്ഷെ നമുക്ക് കൺഫേം അല്ല. എന്നായിരുന്നാലും പോയി നോക്കുകയാണ്. കാട്ടിൻ്റെ അകത്തുകൂടെ ഒരു ചെറിയ വഴി വേറെയും കുറച്ച് പേരൊക്കെ ഉണ്ട്. കാളിമലയിൽ ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ ശരിക്കും വന്നിട്ടുള്ള സ്ഥലം, എല്ലാവരും വരുന്ന സ്ഥലത്തൂടെ അല്ല നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഓരോ വഴി കാണുമ്പോഴും ഇങ്ങനെയൊക്കെ ഇറങ്ങി പോകുന്നു. ഗുഹയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ചുറ്റും കാടും ഒരു സൈഡിൽ പാറ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്ന് എത്തുമെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. അത് തന്നെ അതാണ്, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഗുണ കേവിൽ വീണ അതേ പ്രതീതി തന്നെയാണ് ഇവിടെ. ഒരു രക്ഷയില്ല. കണ്ടില്ലേ, സൈഡിലോട്ട് കണ്ടില്ലേ, താഴെ ഓക്കെ തന്നെയാണ്. യാത് വഴി കൂടെയൊക്കെ പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല. കണ്ടില്ലേ, ഒരു രക്ഷയില്ല. കണ്ടില്ലേ, നല്ലൊരു താഴോട്ടുള്ളൊരു ഭാഗമാണ്. അതപ്പോൾ തന്നെ ഈ വഴി എങ്ങോട്ടാണ് പോണേന്നൊന്നും ഒരു പിടുത്തമില്ല. എന്നാലും പോയി നോക്കാം. അവിടെയൊക്കെ വേറെയും കുറച്ച് പേര് നിൽപ്പുണ്ട്, നോക്കി നോക്കാം എന്തിനാണെന്ന്. അപ്പോൾ നമ്മൾ വന്ന വഴി ഗുഹയിലോട്ടുള്ള വഴിയല്ലെന്നാണ് അറിയാൻ പറ്റിയത്. രണ്ടുമൂന്നിടത്ത് ചോദിച്ചപ്പോൾ സംഭവം ഇവിടെ ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യം വന്നവർക്കും അത് എവിടെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നമുക്കവിടെ ആരടുത്തേയും ചോദിച്ച് താഴെ ഇനി ചായക്കട ഇറങ്ങുമ്പോഴാണെങ്കിൽ ചോദിച്ച് നോക്കാം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നല്ലൊരു ട്രക്കിംഗ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പോയി നോക്കാം. ഒരു രക്ഷയില്ലാത്ത ട്രക്കിങ് തന്നെയാണ്, ഫുള്ള് കാടാണ്. കണ്ടില്ലേ, അതിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്. കുളയട്ടയൊക്കെ ഉണ്ടോ ഒന്നും അറിയത്തില്ല. നമ്മളെക്കാട്ടിയും പൊക്കത്തിന് പുല്ലൊക്കെ വളർന്ന് നിൽപ്പുണ്ട്. അതെ, നമ്മളെത്തിക്കൊണ്ടിരിക്കുന്നു തോന്നുന്നു. പാറ നമ്മളവിടെ പോയായിരുന്നു. അതാണ് കുരിശുമലയല്ലേ?
അതല്ലേ കുരിശുമല ടോപ്പല്ലേ? ഇവിടെ ഒരു മറ്റേ ഗുഹ ഉണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത് അതെവിടെയാണെന്നറിയോ? ഇതൊന്ന് ബോർഡ് കുരിശുമലയിൽ പോകാനായിട്ട് വന്നതാണ് ഞങ്ങള് വഴിതെറ്റി ഇങ്ങോട്ട് കയറി പോയത്. നല്ല രസമുണ്ട്. ഇവിടുന്ന് സ്വിം ചെയ്തെടുക്കുക. ഇതാണ് കാണുന്നതാണ് കുരിശുമല. അപ്പോൾ നമ്മളത് അങ്ങോട്ട് പോകുന്നില്ല, വേണ്ടല്ലേ? ഇതാണ് വെള്ളാട്ട കുരിശുമല നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മൾ വന്ന വഴിയെല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? മൊത്തം കാടാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ വന്നത്. സൂക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ചെറിയ വഴി കാണാം. ഫുള്ള് ചെറുക്കലാണ്, കണ്ടില്ലേ? ചെളിയും എല്ലാം ഉണ്ട്. നമ്മുടെ ട്രക്കിംഗ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടില്ലേ? കാട്ടിൻ്റെ അകത്തൂടെ നോക്കി വന്നില്ലെങ്കിൽ പെട്ടു. അത് തന്നെയാണ് അവസ്ഥ. ഇതൊക്കെ കാണുന്ന കുരിശുമല. ഇവിടെ വലിയൊരു പാറയുണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിന്റ്. നമ്മളിത് അവിടെ നിന്നാണ് വന്നത്, ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കാണുന്നുണ്ടോ? അവിടെ നിന്നാണ് നമ്മൾ ഇത്രയും ദൂരം ട്രക്ക് ചെയ്ത് ഇങ്ങെത്തിയത്. ഇതാണോ ഇനി ആ പറഞ്ഞ ഗുഹയെന്ന് അറിയത്തില്ല. എന്തായാലും ശരിക്കും ഒരു കാട്ടിൻ്റെ അകത്തെത്തിയ ഒരു ഫീലുണ്ട്. ഇതേ കണ്ടില്ലേ? ഇരുട്ടാണ്. വഴിയൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്നും ഒരു പിടുത്തമില്ല. ഇത് തന്നെ ആയിരിക്കും ആ പറഞ്ഞ ഗുഹ. ഇത് വേരില്ല വള്ളിയിലൊക്കെ പിടിച്ച് കയറിപ്പോണം നമ്മൾ. ഗൈസ് 5 മണിയാണ് സമയം. ഇപ്പം തന്നെ 5 മണി. നമ്മൾ രാവിലെ എത്തേണ്ടായിരുന്നു തോന്നുന്നു. രാവിലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് നിന്ന് കണ്ട് ആസ്വദിച്ച് പോകാം. പക്ഷേ ഇപ്പോൾ നമ്മൾ നല്ല താമസിച്ച് ഫുള്ള് കാട്, അതിൻ്റെ അകത്ത് കൂടെ ഫുള്ള് യാത്രയാണ്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താണെന്നൊന്നും ഒരു പിടുത്തമില്ല. പോയി നോക്കാം. നമ്മളിത് അടുത്ത സ്ഥലത്തെത്തി. നമ്മൾ ആ ട്രക്ക് ചെയ്ത് കയറി വന്ന സ്ഥലം നല്ല ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ്. കാരണം ശരിക്കും വഴിയൊന്നുമില്ല, വള്ളിയൊക്കെ പിടിച്ച് വേണം കയറി വരാൻ. അപ്പോൾ വരുന്ന വഴിയിൽ കൈ മുള്ളിലൊന്ന് തട്ടി, ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. എന്നാലും കുഴപ്പമില്ല. അടുത്ത മല ഇത് കയറിയാലും തീരുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഒരു രക്ഷയില്ല. അത് കണ്ടില്ലേ? നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് കണ്ടില്ലേ? ഇത് ഈ മലയും കൂടെ കയറിയാലേ ട്രക്കിങ് പൂർണ്ണമാവുള്ളൂ തോന്നുന്നു. പക്ഷെ ഒരു രക്ഷയില്ല. അത് നീണ്ടു നിവർന്ന് കിടക്കുന്ന പാറ. ഗൈസ് ഇവിടെ മൊത്തം മഞ്ഞാണ്, വൈകുന്നേരമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കുറച്ച് ദൂരം പോകണം. നമ്മളപ്പോൾ എന്തായിരുന്നാലും അവിടെയും കൂടെ പോയിട്ട് നമ്മൾ തിരിച്ചിറങ്ങും. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ഇങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ? അതിൻ്റെ മുകളിൽ കൂടെ പോകണം. അതിൻ്റെ മുകളിൽ കൂടെ പോയിട്ട് നമ്മൾ തിരിച്ചിറങ്ങും. അപ്പോൾ കാളിമല ഇങ്ങോട്ടുള്ള യാത്രത്തിലുള്ള എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. ട്രക്കിങ് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു നല്ലൊരു ആംബിയൻസ് ആണ്. കണ്ടില്ലേ? ഫുള്ള് കോടയാണ്. കോട വന്ന് നമ്മളെ മൂടും. ആ രീതിയിലാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ. Next left at Velarida Junction onto Nelu Nada, Katakada, Velarida Road, Parasala Velarida Road. Continue for 4 kilometers.